ചൈനയും പാകിസ്ഥാനും ഇനി ഒന്നുകൂടി വിറയ്ക്കും. ഭാരതത്തോട് കളിച്ചാൽ ഇനി പണി പാളുമെന്ന് അവർക്കെല്ലാം വ്യക്തമായിരിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ശേഷി വൻതോതിൽ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു ഭാരതം. അത് അടുത്തിടെ തീരുമാനിച്ചതല്ല. നേരത്തെ തന്നെ ഫ്രാൻസിൽ നിന്നും 114 അത്യാധുനിക റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള തീരുമാനമുണ്ടായിരുന്നു. അതിനുള്ള ഔദ്യോഗിക അപേക്ഷ ലെറ്റർ ഓഫ് റിക്വസ്റ്റ് ഇന്ത്യ അന്തിമമാക്കി കഴിഞ്ഞു. കരാർ ഉടനെ ഉണ്ടാകും. ഏതാണ്ട് 3.25 ലക്ഷം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന കരാർ ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ ഇടപെടലുകളിൽ ഒന്നായി മാറും. അടുത്ത മാസം ആദ്യം ഇന്ത്യൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് ഫ്രാൻസ് സന്ദർശിക്കും. തുടർന്ന് ജൂൺ അവസാനത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്തിമ ചർച്ചകൾക്കായി ഫ്രാൻസിലെത്തും. വാണിജ്യ ചർച്ചകൾ പൂർത്തിയാക്കി ഈ വർഷം അവസാനത്തോടെ വിമാനങ്ങൾക്കായുള്ള കരാർ ഒപ്പിടാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ 36 റഫാൽ വിമാനങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിർണായകമായിരുന്നു ഈ റഫാലിൻ്റെ സഹായം. കേന്ദ്ര സർക്കാരിൻ്റെ ആത്മനിർഭർ ഭാരത് നയങ്ങൾക്ക് അടിവരയിട്ടുകൊണ്ട് തന്നെയാണ് പുതിയ കരാർ ഉണ്ടാക്കുക. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന 114 വിമാനങ്ങളിൽ അതിസങ്കീർണമല്ലാത്ത 90 എണ്ണവും ഫ്രഞ്ച് കമ്പനിയായ ദസോ ഏവിയേഷൻ്റെ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ തന്നെയാകും നിർമ്മിക്കുക. ബാക്കിയുള്ള അത്യാധുനിക പ്രത്യേക സംവിധാനങ്ങൾ ഘടിപ്പിച്ച 24 വിമാനങ്ങൾ ഫ്രാൻസിൽ നിർമ്മിച്ച് നേരിട്ട് ഇന്ത്യയിലേക്ക് എത്തിക്കും. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന റഫാൽ വിമാനങ്ങളിൽ കുറഞ്ഞത് 50%-ലധികം, അതായത് 82% വരെ തദ്ദേശീയമായ സാങ്കേതിക വിദ്യകളും ഘടകങ്ങളും ഉൾപ്പെടുത്തണം എന്ന വ്യവസ്ഥ ഇന്ത്യ നേരത്തെ തന്നെ മുന്നോട്ട് വച്ചിരുന്നു. അതുപ്രകാരം ഇന്ത്യയിൽ വിമാന നിർമ്മാണ കേന്ദ്രം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ദസോൾട്ട് ഏവിയേഷൻസ്. ഇന്ത്യൻ നിർമ്മിത മിസൈലുകളായ അസ്ത്ര, ബ്രഹ്മോസ് NG എന്നിവ ഈ വിമാനങ്ങളിൽ ഘടിപ്പിക്കും. പഴയ മിഗ് വിമാനങ്ങൾ വിരമിച്ചതോടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഏറെ വിമാനങ്ങളുടെ കുറവാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഈ മിഗ് വിമാനങ്ങളുടെ കുറവ് ഇന്ത്യക്ക് നികത്താനായത് ഇന്ത്യയുടെ പക്കലുള്ള 2 സ്ക്വാഡ്രൺ റഫാൽ വിമാനങ്ങൾ കൊണ്ടാണ്. ഇന്ത്യയുടെ സ്വന്തം യുദ്ധവിമാനങ്ങളായ തേജസിൻ്റെ LCA Mk1, LCA Mk2, പിന്നെ അംക എന്നിവ പൂർണ്ണമായി സജ്ജമാകാൻ ഇനിയും സമയമെടുക്കും. അതുവരെ വ്യോമ പ്രതിരോധം ഇന്ത്യക്ക് ഒഴിവാക്കാനാകില്ല. എപ്പോഴും യുദ്ധസജ്ജമാകാൻ കഴിവുള്ള സർവീസബിലിറ്റി റേറ്റ് ഉയർന്നതാണ് എന്നതാണ് റഫാൽ വിമാനങ്ങളെ ലോകത്തെ മുൻനിര വിമാനങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിമിഷങ്ങൾക്കകം ശത്രുവിന് തക്കതായ മറുപടി നൽകാൻ ഇന്ത്യയുടെ പക്കലുള്ള റഫാൽ വിമാനങ്ങൾക്ക് സാധിക്കും. പുതിയ കരാറിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ഒരു റഫാൽ മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവറാൾ MRO സൗകര്യം കൂടി സ്ഥാപിക്കാൻ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഭാവിയിൽ മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന റഫാൽ വിമാനങ്ങൾ അതിൻ്റെ അറ്റകുറ്റപ്പണികളും മറ്റുമൊക്കെ ഇന്ത്യയിൽ നടത്താനുള്ള വഴിയും ഒരുങ്ങും. അങ്ങനെ ഇന്ത്യയെ ഒരു പ്രതിരോധ കയറ്റുമതി അറ്റകുറ്റപ്പണി ഹബ്ബാക്കി മാറ്റാനാണ് ലക്ഷ്യം. റഫാൽ വിമാനങ്ങളിൽ പൈലറ്റുമാർക്ക് പ്രത്യേക പരിശീലനം നൽകണം. അതുകൊണ്ട് തന്നെ ഇത്തരം പരിശീലനങ്ങൾക്കുള്ള 2 സീറ്റർ വിമാനങ്ങളും ഇന്ത്യ ഓർഡർ ചെയ്യുന്നുണ്ട്. നിലവിൽ 2 സ്ക്വാഡ്രനുകളായി 36 റഫാൽ വിമാനങ്ങൾ ഇന്ത്യയിൽ വിജയകരമായി സേവനത്തിലുണ്ട്. നാവികസേനയുടെ കപ്പലുകളിൽ നിന്നും പറന്നുയരാൻ കഴിയുന്ന 26 റഫാൽ മറീൻ വിമാനങ്ങൾ വാങ്ങാനും നടപടികൾ മറ്റൊരു വശത്ത് പുരോഗമിക്കുകയാണ്. 114 വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ റഫാൽ കരുത്ത് 150 ആകും. നാവികസേനയുടെ നേരത്തെ പറഞ്ഞതുപോലെ റഫാൽ വിമാനങ്ങൾ വേറെയും. അങ്ങനെ ദക്ഷിണേഷ്യൻ മേഖലയിൽ ഇന്ത്യയുടെ വ്യോമാധിപത്യം ഇനി റഫാൽ കാത്തു സൂക്ഷിക്കും.